വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഡേയ്സ് ഓഫ് ദി വീക്ക് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ഡേയ്സ് ഓഫ് ദി വീക്ക്. ഇപ്പൊ ഇത്രയും ദിവസം നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്? ഇത്രയും ദിവസം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളും പിന്നെ ഡയക്രറ്റിക്സും ഒക്കെ പഠിച്ച് എല്ലാവരും ബോറടിച്ചിരിക്കുകയായിരുന്നു അല്ലേ? അപ്പം അറിയില്ലേ, നമുക്ക് നമ്മുടെ ഒരു ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ടെന്നൊക്കെ അറിയായിരിക്കും. എന്നാൽ നമുക്ക് ഒന്നും കൂടെ പഠിക്കാം. അപ്പോൾ ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? There are 7 days. There are 7 days in a week. അല്ലേ? In a week അല്ലേ? എല്ലാവർക്കും അറിയാലോ അല്ലേ? There are 7 days in a week. Which are they? അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ടേക്ക് യുവർ ഓഫ് ബുക്ക് ആൻഡ് പെൻസിൽ. നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എത്ര ഡേയ്സ് ഉണ്ടെന്ന് നമുക്കിന്ന് പഠിക്കാം. കിട്ടിയല്ലോ അല്ലേ? ഫസ്റ്റ് നമുക്ക് അപ്പം there are 7 days in a week. ആ ഡേയ്സ് which are they, ഏതൊക്കെയാണ് ആ ദിവസങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം മലയാളത്തിൽ ഹൗ മെനി ഡേയ്സ്, എത്ര ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. മലയാളത്തിൽ ഫസ്റ്റ് ഒരു വീക്കിൽ 7 ഡേയ്സിൻ്റെ ഏതൊക്കെയാണ്? സൺഡേ എന്ന് വെച്ചാൽ ഞായറാഴ്ച. ഏതൊക്കെയുണ്ട്? ഒരാഴ്ചയിൽ എത്ര ഡേയ്സ് ഉണ്ട്? അത് ആദ്യം നമുക്ക് എഴുതാം. ഞായർ, പിന്നെ തിങ്കൾ, ഞായർ, തിങ്കൾ, പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം. എല്ലാവർക്കും അറിയാലേ? വ്യാഴം എഴുതിക്കോളൂ. എല്ലാവരും എൻ്റെ ഒപ്പം എഴുതണം. വ്യാഴം. നെക്സ്റ്റ് അടുത്തത് ഏതാണ്? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി കഴിഞ്ഞ ശനി അല്ലേ? ശനി. അപ്പം ഇതില് ഞായറാഴ്ചയാണ് ഹോളിഡേ അല്ലേ? ചില ശനിയാഴ്ചകളിലും ഹോളിഡേയ്സ് ഉണ്ടാവും. അപ്പം ഒരു ദിവസം ഒരു ആഴ്ചയിൽ 7 ഡേയ്സ് ഉണ്ട്. ആ 7 ഡേയ്സ് ഏതൊക്കെയാണ്? ആദ്യം മലയാളത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഒന്ന് എണ്ണി നോക്കൂ എത്ര ഡേയ്സ് ഉണ്ടെന്ന്. 1 2 3 4 5 6 7. അപ്പം 7 ഡേയ്സ് ആയില്ലേ? അപ്പം മലയാളത്തിൽ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് എഴുതാം. അപ്പം ഇംഗ്ലീഷിൽ സൺഡേ പറയുമ്പോൾ, ഞായർ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഏത് ഡേ ആണ്? സൺഡേ എഴുതിക്കോ എല്ലാവരും. സൺഡേ. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഏത് ദിവസം നമ്മൾ പറയാ? മൺഡേ. സ്പെല്ലിംഗ് ഒക്കെ ശരിക്ക് നോക്കി എഴുതുക. മൺഡേ. ചൊവ്വ ഏത് ദിവസമാണ്? ട്യൂസ്ഡേ. ട്യൂസ്ഡേ. ബുധനാഴ്ച വെനസ്ഡേ. എന്താ എഴുതാത്തെ? വേഗം എഴുതൂ. വെനസ്ഡേ. തേഴ്സ്ഡേ. വെള്ളി. ഫ്രൈഡേ. ശനി. സാറ്റർഡേ. അപ്പം എല്ലാം ഇത് മലയാളത്തില്. ഇംഗ്ലീഷില് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇനി നമുക്ക് ഹിന്ദിയിൽ എഴുതാം. ഹിന്ദിയിൽ എന്തെഴുതും? സൺഡേ എന്താണ് ഹിന്ദിയിൽ? സൺഡേ പറയുമ്പോൾ ഞായറാഴ്ച ഏത് ദിവസമാണ്? രവിവാർ.
രവിവാർ. ഹിന്ദിയിൽ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അറിയണവർ മാത്രം എഴുതിയാൽ മതി. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. രവിവാർ. മൺഡേ എന്താണ്? സോമവാർ. സോമവാർ. മൺഡേ സോമവാർ. ട്യൂസ്ഡേ. ട്യൂസ്ഡേനെ എന്താ പറയാ? ട്യൂസ്ഡേനെ ഹിന്ദിയില്? മംഗൾവാർ. 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 Then Wednesday. Wednesday പറയുമ്പോ ബുധവാർ. Wednesday. ബുധവാർ. Thursday. Thursday ഗുരുവാർ. Thursday. ഗുരുവാർ. Thursday ഗുരുവാർ. അത് കഴിഞ്ഞ ഫ്രൈഡേ. ഫ്രൈഡേ എന്താണ്? ശുക്രവാർ. ശുക്രവാർ. നിങ്ങളിത് എഴുതണ്ട, ഹിന്ദി നന്നായി പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മതി. ശനി. സാറ്റർഡേനെ എന്താ പറയുക? ശനി. ശനിവാർ. ശനി. ശനിവാർ. അപ്പോൾ ദിവസങ്ങൾ 7 ദിവസമാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ. അപ്പം മലയാളത്തിൽ എന്താ പറയുക? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇനി ഇംഗ്ലീഷിൽ എന്താണ് പറയാ? ഞായറിന് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഹിന്ദിയിൽ രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാറ്റർഡേ, സൺഡേ നമുക്കിതൊക്കെ ഇതെല്ലാം നന്നായി എഴുതി പഠിക്കാം. ഇത് എഴുതി പഠിച്ചിട്ട് വായിച്ച് പഠിക്കാൻ എല്ലാ ദിവസങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. എല്ലാം നമ്മൾ എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കണം. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. എല്ലാവരും നന്നായി പഠിച്ചു വരണം. ഓക്കെ, ബൈ.